ഗൈസ്, ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് 2 പേർക്ക് കഴിക്കാവുന്ന ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് അത് നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാൻ 1 ഗ്ലാസ് റൈസ് എടുത്തിട്ട് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ചട്ടിയിലോട്ട് അല്പം നെയ്യ് അല്പം, അതുകൂടാതെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് സവാള, തക്കാളി, പിന്നെ ഇത് അടിച്ചു വെച്ച മല്ലിയില, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി റെഡിയാക്കി വെച്ചതായിരുന്നു. അതും ചേർക്കാം. അതിൽ 2 സ്പൂൺ തൈര്, ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഒരുമിച്ച് നല്ലതുപോലെ യോജിപ്പിക്കണം. നമ്മളിങ്ങനെ എല്ലാം കൂടെ നല്ല കൈകൊണ്ട് തിരുമിയാലും മതി. ഞാൻ പിന്നെ സ്പൂണെടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ ഒരുമിച്ചതിന് ശേഷം അതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള, ഒരുപാട് ഉപ്പ് വാങ്ങിയിടരുത്. കാരണം റൈസ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇടുമ്പോൾ ഒരുമിച്ച് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അല്പം ഇട്ടാൽ മതി. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി. എനിക്ക് മുളക് പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടൂല. അങ്ങനെ ഇതിൽ തന്നെയാണ് പച്ചമുളക് തന്നെയാണ് നല്ലത്. ടേസ്റ്റ് ഉണ്ടാവില്ല, പച്ചമുളക് തന്നെയാണ്. മുളക് പൊടി ചിലവർക്ക് മുളക് പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അവർ മുളക് പൊടി ഇടും. പക്ഷെ എനിക്ക് പച്ചമുളകിൻ്റെ ആ ഒരു തന്നെയാണ് ഇഷ്ടം. അത് ഇതിൽ കുഴഞ്ഞു വരുമ്പം ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഗരം മസാല ഒരു അല്പം ഇടണം. അതുകൂടാതെ ചിക്കൻ മസാല, അതായത് ബിരിയാണി മസാല അല്പം ബിരിയാണി മസാല ഇടാം. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മസാല തന്നെയാണ്, ബിരിയാണി മസാല. പുറമേന്ന് അങ്ങനെ വാങ്ങാറില്ല. എല്ലാം ഞാൻ വീട്ടിൽ തന്നെയാണ് എല്ലാം പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ബിരിയാണി മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അത് യോജിപ്പിക്കാം. ഇത്രയും ആയതിൻ്റെ ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. പിന്നീട് അത് അടച്ചു വെച്ച് വേവിക്കാം. അടുപ്പ് തുറന്ന് ഒരല്പം വെന്തതിന് ശേഷം നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക, ചെറിയ നാരങ്ങ.